ഹായ് മക്കളെ, എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +1 എക്കണോമിക്സിലെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചെറിയ ചാപ്റ്റർ ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, എക്സാമിന് വളരെ കുറച്ച് മാത്രം വെയിറ്റേജ് ഉണ്ടെങ്കിൽ പോലും ഇതിന്ന് ഏത് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരാന്നുള്ളത് നമുക്ക് കൺഫേംഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് ഇത് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ. ആകെ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസേ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളൂ. ഒന്നാമത്തെയാണ് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. ഓക്കെ, സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, അതുപോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റലും ഫിസിക്കൽ ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഈ 2 ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ എല്ലാ മാർക്കും നിങ്ങൾക്ക് വാങ്ങിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ 2 മെയിൻ ക്വസ്റ്റ്യൻസ് ആണ്. ഏതൊക്കെയാണ്? സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനും അതുപോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റലും ഫിസിക്കൽ ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസും. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സോഴ്സസ് ഒന്ന് നോക്കാം അല്ലെ. അതിനു മുമ്പ് എന്താണ് ഈ ഹ്യൂമൻ ക്യാപിറ്റൽ? നമ്മള് ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന് നല്ല എഡ്യൂക്കേഷനും ഹെൽത്തും ട്രെയിനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്താ ചെയ്യുക, ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ ആയിട്ട്, ഒരു പ്രൊഡക്റ്റീവ് ഹ്യൂമൻ ആയിട്ട്, ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ആക്കി മാറ്റിയെടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുക അല്ലെ. ഈ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ എക്കണോമിക് ഗ്രോത്തിലേക്ക്, സാമ്പത്തിക വളർച്ചയിലേക്ക് അവരുടെ കോൺട്രിബ്യൂഷൻസ് നടത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എക്കണോമിക് ഗ്രോത്തിലേക്കൊക്കെ കോൺട്രിബ്യൂഷൻസ് നടത്തുന്ന ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിനെ മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ള ആ ഒരു സോഴ്സസ് ആണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെയാണ് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഓൺ ദ ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ ആൻഡ് ഇൻഫർമേഷൻ. ആദ്യത്തെയാണ് മക്കളെ എഡ്യൂക്കേഷൻ. നമുക്ക് നോക്കാം. എഡ്യൂക്കേഷന് കുറച്ച് ബെനിഫിറ്റുകൾ ഉണ്ട് അല്ലെ. എന്തൊക്കെയാണ് ആ ബെനിഫിറ്റുകൾ? ഒന്നാമത്തെയാണ് റേസസ് ക്വാളിറ്റി ഓഫ് ലൈഫ്. നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി കൂട്ടുന്നു. അതായത് ഒരു കുറഞ്ഞ വിദ്യാഭ്യാസമുള്ള ആളും ഒരു കൂടിയ വിദ്യാഭ്യാസമുള്ള ആളും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും ലൈഫുകൾ തമ്മിൽ എന്താണ് വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഒന്നാമത്തെയാണ് നമ്മൾ പറയുന്നത് എന്താണ്? റേസ് ക്വാളിറ്റി ഓഫ് ലൈഫ്. നമ്മുടെ ജീവിത നിലവാരം ഉയർത്തുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? എഡ്യൂക്കേഷൻ വഴി നമുക്ക് ഇൻക്രീസ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇൻക്രീസസ് പ്രൊഡക്ടിവിറ്റി. നമ്മൾ കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആയിട്ട് മാറും. ഓക്കെ, എന്താണ്, നമ്മൾ കുറച്ചുകൂടി എഫിഷ്യന്റും എഫക്റ്റീവും പ്രൊഡക്റ്റീവ് ഒക്കെ ആയിട്ട് മാറുന്നു. ഏതിലൂടെ? നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നതിലൂടെ. അതുപോലെ തന്നെ ഇംപ്രൂവ്സ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ്. നമുക്ക് ലോകത്തെ മനസ്സിലാക്കാനുള്ള നമ്മുടെ ആ ഒരു എബിലിറ്റി, കാപ്പബിലിറ്റി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ഏത് വഴി? എഡ്യൂക്കേഷൻ വഴി. അതുപോലെ തന്നെ എന്താണ്? കോൺട്രിബ്യൂട്ട് ടു ദ നാഷൻസ് ഗ്രോത്ത്. ആദ്യമേ നമ്മൾ പറഞ്ഞു അല്ലെ, എഡ്യൂക്കേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ നാഷന്റെ, നമ്മുടെ എക്കണോമിക് ഗ്രോത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിന്റെ ഡെവലപ്മെന്റിന്റെ ഒരു പാർട്ട് ആവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു എഡ്യൂക്കേഷനിലൂടെ ഭാഗമാകാനായിട്ട് പറ്റും. നമ്മൾ ആദ്യം തന്നെ എഡ്യൂക്കേഷനെ പറ്റിയാണ് പഠിക്കുന്നത്. എഡ്യൂക്കേഷൻ എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ട്? ഒന്നാമത്തെയാണ് ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടുന്നു, നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂട്ടുന്നുണ്ട്, പ്രൊഡക്റ്റീവ് ആക്കുന്നു നമ്മളെ. അതുപോലെ തന്നെ എന്താ ചെയ്യണേ? എക്കണോമിക് ഗ്രോത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇത്തരം കാര്യങ്ങളാണ് എന്തിൽ പറയണേ? ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷന്റെ ഫസ്റ്റത്തെ സോഴ്സ് ആയിട്ടുള്ള എഡ്യൂക്കേഷനിൽ പറയണത്. ഓക്കെ, അപ്പൊ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന് നല്ല എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് എന്താക്കി മാറ്റാം? ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ ആക്കിയിട്ട്, ഒരു മനുഷ്യ മൂലധനമാക്കി മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ എഡ്യൂക്കേഷന്റെ ബെനിഫിറ്റ് ആണ് നമ്മൾ പഠിച്ചത്. അടുത്തതാണ് ഹെൽത്ത്, അതായത് ആരോഗ്യം. ഇതിൽ പറയുന്നതെന്ന് വെച്ചാല് നമുക്ക് ഈ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എക്സ്പെൻഡിച്ചേഴ്സ് വരുന്നുണ്ട് അല്ലെ. നമുക്ക് കുറച്ച് ചെലവുകൾ വരുന്നുണ്ട്. ഒന്നാമത്തെയാണ് പ്രിവെന്റീവ് മെഡിസിൻസ്. പ്രിവെന്റീവ് മെഡിസിൻസിൽ പറയുന്ന വെച്ചാല് വാക്സിനേഷൻ ആണ്. അതായത് എന്ത് ചെയ്യുക, നമ്മള് ഒരു രോഗം വരുന്നതിന് മുമ്പേ നമുക്കതിന് എന്താണ് ഒരു മുൻകരുതലായിട്ട് എടുക്കുന്നതാണ് എന്ത്, നമ്മൾ ഈ വാക്സിനേഷൻ ഒക്കെ അല്ലെ. പ്രിവെന്റീവ് മെഡിസിൻസ് ആണ് എന്തിൽ വരണേ? ഈ ഒരു വാക്സിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ക്യൂറേറ്റീവ് മെഡിസിൻസ്. ഇതിൽ പറയുന്നത് വെച്ചാൽ എന്താണ്? ട്രീറ്റ്മെന്റ് ഡ്യൂറിങ് ഇൽനെസ് ആണ്. നമുക്ക് എപ്പോഴാണോ രോഗം വരുന്നത് ആ സമയത്ത് നമ്മൾ ചികിത്സിക്കുന്നു. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എന്തുണ്ടാവുന്നുണ്ട്? എക്സ്പെൻഡിച്ചർ ഉണ്ടാവുന്നുണ്ട്. മൂന്നാമത്തെയാണ് സോഷ്യൽ മെഡിസിൻ, സ്പ്രെഡ് ഓഫ് ഹെൽത്ത് ലിറ്ററസി. അതായത് നമ്മൾ എന്താണ് ഈ ഹെൽത്തിനെ പറ്റിയിട്ടുള്ള, ഒരു ആരോഗ്യത്തെ പറ്റിയിട്ടുള്ള ഒരു എന്താണ് ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക. അതുപോലെ തന്നെ എന്താണ് അവർക്ക് കുറച്ചുകൂടി അല്ലെ, നമ്മുടെ ജനങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽത്തിന്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് കുറച്ച് ക്ലാസ്സുകളൊക്കെ എടുത്തു കൊടുക്കുക. അവർക്ക് കുറച്ചുകൂടി എന്താണ് ആ ഒരു ഹെൽത്ത് ലിറ്ററസി സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് സോഷ്യൽ മെഡിസിനിൽ ഉദ്ദേശിക്കുന്നത്. നാലാമത്തെയാണ് പ്രൊവിഷൻ ഫോർ ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ഫെസിലിറ്റീസ്. അല്ലെ, നമുക്ക് നല്ല ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ കിട്ടുക, സാനിറ്റേഷൻ ഫെസിലിറ്റീസ് കിട്ടുക. ഇതിനൊക്കെയാണ് ഹെൽത്തിന്റെ എക്സ്പെൻഡിച്ചറിൽ
ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മള് ആദ്യം തന്നെ എഡ്യൂക്കേഷൻ പഠിച്ചു അല്ലെ. എഡ്യൂക്കേഷൻ എന്തുണ്ട്, ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. അടുത്തതാണ് ഹെൽത്ത്. ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടാവുന്നുണ്ട്. ഒന്നാമത്തെയാണ് പ്രിവെന്റീവ് മെഡിസിൻ. പ്രിവെന്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് പ്രതിരോധമാണ് അല്ലെ. അതായത് ഒരു രോഗം വരുന്നതിന് മുമ്പേ എന്ത് ചെയ്യുക, അതിനെ പ്രതിരോധിക്കുക. അതിൽ ഉൾപ്പെടുന്നത് എന്താണ്, വാക്സിനേഷൻ ഒക്കെയാണ്. അടുത്താണ് ക്യൂറേറ്റീവ് മെഡിസിൻ. ക്യൂറേറ്റീവ് മെഡിസിനിൽ വരുന്നതെന്ന് വെച്ചാൽ എന്താണ്, ട്രീറ്റ്മെന്റ് ഡ്യൂറിങ് ഇൽനെസ് ആണ്. അതായത് എന്താണ്, എപ്പോഴാണ് നമുക്ക് രോഗം വരുന്നത് ആ ഒരു സമയത്ത് നമ്മൾ ചികിത്സിക്കുന്നു. മൂന്നാമത്തെയാണ് സോഷ്യൽ മെഡിസിൻ, അതായത് സ്പ്രെഡ് ഓഫ് ഹെൽത്ത് ലിറ്ററസി, അതായത് കുറച്ചുകൂടി ഹെൽത്തിനെ പറ്റിയിട്ടുള്ള അവബോധം ആളുകളിൽ ഉണ്ടാക്കുക. നാലാമത്തെയാണ് പ്രൊവിഷൻ ഫോർ ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, അതായത് നമുക്ക് ഏതാണ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ കിട്ടുക, അതുപോലെ തന്നെ സാനിറ്റേഷൻ ഫെസിലിറ്റീസ് കിട്ടുക. ഇതൊക്കെയാണ് ഹെൽത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇപ്പൊ മക്കളെ, നല്ല എഡ്യൂക്കേഷൻ ഉള്ള ഒരു വ്യക്തി, അയാൾക്ക് ഹെൽത്ത് ഇല്ലെങ്കിൽ, അയാൾക്ക് വേണ്ട രീതിയിലുള്ള ആരോഗ്യമില്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജോലി ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ എന്താണ്, അയാൾ പ്രൊഡക്റ്റീവ് ആവാനോ എക്കണോമിക് ഗ്രോത്തിലേക്കും ഡെവലപ്മെന്റിലേക്കും അയാൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനോ സാധിക്കാറില്ല. സോ ഹെൽത്തും എന്താണ്, ഒരു ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആണ്. അടുത്തതാണ് ട്രെയിനിങ്. ട്രെയിനിങ് രണ്ട് രീതിയിലാണുള്ളത്. നമുക്ക് ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ട്. അതായത് എന്താണ്, എംപ്ലോയീസിന് എന്താണ്, എംപ്ലോയീസ് ആർ ഗിവൻ ട്രെയിനിങ് ഇൻ ദ ഫാക്ടറി ഇറ്റ്സെൽഫ് അണ്ടർ എ എക്സ്പീരിയൻസ്ഡ് സൂപ്പർവൈസർ. അതായത് ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മുടെ ഫാക്ടറിയിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സൂപ്പർവൈസറുടെ കീഴിൽ നമ്മുടെ പുതിയതായിട്ട് വരുന്ന എംപ്ലോയീസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് ട്രെയിനിങ് കൊടുക്കും. വേണ്ട രീതിയിൽ അവർ ചെയ്യാൻ പോകുന്ന ജോലിനെ പറ്റി പരിശീലനം കൊടുക്കുന്നു. രണ്ടാമത്തെ മെത്തേഡ്, വർക്കേഴ്സ് ആർ സെൻഡ് ഫോർ ഓഫ് ക്യാമ്പസ് ട്രെയിനിങ്. അതായത് എന്താണ്, നമ്മുടെ ഓഫ് ക്യാമ്പസ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കമ്പനിക്ക് അല്ലെങ്കിൽ ഫാക്ടറിക്ക് പുറത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ അവർക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ട്രെയിനിങ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണുള്ളത്. പരിശീലനം എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. ഒന്നാമത്തെ നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനിയിലോ ഫാക്ടറിയിലോ അവിടെ തന്നെയുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സൂപ്പർവൈസർ നമ്മൾ അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്ത് ജോലിയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. രണ്ടാമത്തെ എന്താണ്, ഓഫ് ക്യാമ്പസ് ട്രെയിനിങ് ആണ്. അതായത് നമ്മുടെ കമ്പനിയിലും അല്ലെങ്കിൽ ഫാക്ടറിക്കൊക്കെ പുറത്തുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഏത്, ഈ പറയുന്ന ഓഫ് ക്യാമ്പസ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ട്രെയിനിങ്ങും ഒരുപാട് ബെനിഫിറ്റബിൾ ആണ് അല്ലെ. നമ്മുടെ എന്താണ്, എഫിഷ്യൻസി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ ആദ്യമായിട്ട് ഒരു ജോലിക്ക് ചെല്ലുമ്പോൾ നമുക്ക് ആ ജോലിനെ പറ്റി പ്രത്യേകിച്ച് അവയർനെസ് ഒന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പോൾ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലിനെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടാവുന്നു. ഓക്കെ, അപ്പൊ ട്രെയിനിങ്ങും ഒരു ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആണ്. അടുത്തതാണ് മക്കളെ മൈഗ്രേഷൻ അല്ലെ. നമ്മൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഭവമാണ് അല്ലെ മൈഗ്രേഷൻ. എന്ത് ചെയ്യുക, കുട്ടികള് പുറത്തേക്ക് പഠിക്കാൻ പോവുക അല്ലെ. അതുപോലെ തന്നെ എന്താണ്, പാർട്ട് ടൈം ജോബുകൾ ചെയ്യാനായിട്ട് പോവുക അല്ലെ. അപ്പൊ മൈഗ്രേഷൻ എന്താണ്, ഇപ്പൊ വളരെ കോമൺ ആണ് അല്ലെ. വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, മൈഗ്രേഷൻ അഥവാ കുടിയേറ്റം എന്ന് പറയുന്നത്. ഈ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആളുകള് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുക അല്ലെ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുക. അതിന് കുറച്ച് റീസൺസ് ഉണ്ട്. വെറുതെ ഒക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടോ, ഇല്ല. കുറച്ച് റീസൺസ് ഉണ്ട്. നമ്മൾ രണ്ട് റീസൺസ് ആണ് മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ഒന്നാമത്തേതാണ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ദ ഹോം കൺട്രി. അതായത് നമ്മുടെ കൺട്രിയിൽ, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത്, നമ്മൾ താമസിക്കുന്ന രാജ്യത്ത് എന്തില്ല, നമുക്ക് വേണ്ട രീതിയിൽ ജോലി കിട്ടുന്നില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് കിട്ടുന്ന ജോലികൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ളതല്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആളുകൾ എന്താ ചെയ്യുക, മൈഗ്രേറ്റ് ചെയ്യുന്നു അല്ലെ. കുറച്ചുകൂടി നല്ല ജോലി കിട്ടുന്ന സ്ഥലത്തേക്ക് മാറുന്നു. രണ്ടാമത്തേതാണ് ബെറ്റർ ജോബ് ഓർ ലിവിംഗ് പ്രോസ്പെക്ടസ് ഇൻ അബ്രോഡ്. നമുക്ക് ഇവിടെ കിട്ടുന്നതിനേക്കാളും നല്ലൊരു ജോലിയും അതുപോലെ തന്നെ ഒരു ജീവിത സാഹചര്യവും എവിടെ കിട്ടുന്നുണ്ട്, വിദേശത്ത് കിട്ടുന്നുണ്ട്. സോ അതും എന്താണ്, മൈഗ്രേഷന്റെ ഒരു റീസൺ ആയിട്ട് പറയാം. ഓക്കെ, മൈഗ്രേഷന്റെ രണ്ട് റീസൺസ് ആണ് മക്കളെ നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെയാണ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ദ ഹോം കൺട്രി. നമ്മൾ താമസിക്കുന്ന രാജ്യത്ത് എന്തില്ല, നമുക്ക് ജോലി കിട്ടുന്നില്ല. രണ്ടാമത്തെയാണ് എന്ത്, ബെറ്റർ ജോബ് ഓർ ലിവിംഗ് പ്രോസ്പെക്ടസ് ഇൻ അബ്രോഡ്. അതായത് പുറത്ത് അല്ലെങ്കിൽ വിദേശത്ത് എന്താണ്, നമുക്ക് നല്ല രീതിയിലുള്ള ജോലിയുണ്ട്, ജീവിത സാഹചര്യം ഉണ്ട്. അങ്ങനെയുള്ള രണ്ട് റീസൺസ് കൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, കൂടുതലും മൈഗ്രേഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു സിമ്പിൾ പ്രോസസ് അല്ല അല്ലെ. ഒരുപാട് എന്താണ്, നമ്മുടെ ഫിനാൻഷ്യൽ ആയാലും അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും എന്തിനുണ്ട്, മൈഗ്രേഷൻ ഉണ്ട്. ഒന്നാമത്തെയാണ് ട്രാവലിംഗ് കോസ്റ്റ് അല്ലെ. നമ്മൾ ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ടുള്ള നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന
ആ ഒരു ചെലവ്, അതുപോലെ തന്നെ ലേണിംഗ് ദ സ്പെസിഫിക്സ് ഓഫ് ദ ജോബ് എബ്രോഡ്. നമ്മളിപ്പോ പുറത്ത് ജോലി ചെയ്യാനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ജോലിയുടെ എന്താണ് സ്പെസിഫിക്സ് അല്ലെങ്കിൽ അതിന്റെ പ്രോസ്പെക്റ്റുകളൊക്കെ നമുക്ക് പഠിക്കണം അല്ലെ. നമ്മൾ എന്ത് ജോലിയാണ് ചെയ്യാൻ പോകുന്നത് അതിന്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കണം. ഓക്കെ, അതിന്റെ ഒരു കോസ്റ്റ് കൂടി മൈഗ്രേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെയാണ് റിയൽ കോസ്റ്റ് ഓഫ് സെപ്പറേഷൻ ഇഫ് ദ വർക്കർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ ഫാമിലി. അതായത് ഈ വർക്കർ ഫാമിലിയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഒരു കോസ്റ്റ് കൂടി വരുന്നുണ്ട്. നാലാമത്തെയാണ് സൈക്കിക് കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻ എ സ്ട്രേഞ്ച് എൻവയോൺമെന്റ്. അതായത് എന്താണ് നമ്മൾ പെട്ടെന്ന് കുറെ ആളുകളൊക്കെ ആയിട്ട് താമസിച്ചിട്ട് അതിനുശേഷം എന്താണ് കുറച്ച് നമ്മൾ ഒരാളായിട്ട് ചുരുങ്ങാണ് അല്ലെ. മൈഗ്രേഷൻ കുടിയേറി പാർക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ നമ്മൾ എന്തായിരിക്കും ഒറ്റയ്ക്കായിരിക്കും, തനിച്ചായിരിക്കും താമസിക്കുന്നുണ്ടാവുക. അപ്പൊ എന്താണ് നമുക്ക് മാനസികപരമായിട്ടും എന്തുണ്ടാവാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതൊക്കെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് വരുന്നുണ്ട്, കോസ്റ്റ് ഉണ്ടാവുന്നുണ്ട്, എക്സ്പെൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല ഒരു സിമ്പിൾ പ്രോസസ് അല്ല. ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ട് ബെനിഫിറ്റും ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ മൈഗ്രേഷന്റെ റീസൺസ് പറഞ്ഞു അല്ലെ. എന്താണ്, നമുക്ക് ഒന്നില്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് കൺട്രിയിൽ നമുക്ക് വേണ്ട രീതിയിലുള്ള ജോലിയില്ല, നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ജോലിയില്ല. രണ്ടാമത്തെ എന്താണ്, ഒന്നുകിൽ നല്ല ജോലി അല്ലെങ്കിൽ നല്ല ജീവിത സാഹചര്യം എവിടെ കിട്ടുന്നു, എബ്രോഡ് അല്ലെ, പുറത്ത് കിട്ടുന്നുണ്ട്. അപ്പൊ അതെന്തായിട്ട് പറയാം, മൈഗ്രേഷന്റെ ആളുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറി താമസിക്കുന്നതിന്റെ റീസൺസ് ആയിട്ട് പറയാം. പിന്നെ മൈഗ്രേഷന്റെ കോസ്റ്റുകളാണ് പറയുന്നത് അല്ലെ. ട്രാവലിംഗ് കോസ്റ്റ് ഉണ്ട്, നമ്മുടെ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്ന കോഴ്സ് അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ജോലിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയുന്നതിന്റെ ആ ഒരു കോസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വർക്കർ സെപ്പറേറ്റഡ് ഫ്രം ഫാമിലിയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന കോസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ സൈക്കിക് കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻ എ സ്ട്രേഞ്ച് എൻവയോൺമെന്റ്. അതായത് നമുക്ക് തികച്ചും സ്ട്രേഞ്ച് ആയിട്ടുള്ള അല്ലെ, നമുക്ക് എന്താണ് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു എന്താണ് ആ ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ കയറി ചെല്ലുക അല്ലെ. അപ്പൊ അതിന്റെയും എന്താണ് കോസ്റ്റുകളും ഈ ഒരു മൈഗ്രേഷനിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൈഗ്രേഷനിൽ പറയുന്നത്. അടുത്തതാണ് മക്കളെ ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫർമേഷൻ ഓൺ അപ്രോപ്രിയേറ്റ് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷണൽ കോഴ്സസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സാലറി ലെവൽസ് എക്സെട്ര ആർ വെരി ഇമ്പോർട്ടന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും ഇപ്പോ എഡ്യൂക്കേഷൻ, നമുക്കിപ്പോ +2 കഴിഞ്ഞു, നമുക്ക് വേറെ എന്തെങ്കിലും എന്താണ് ഒരു കോഴ്സ് പഠിക്കണം എന്ന് വിചാരിക്കുക. നമ്മൾ എന്തൊക്കെ ആദ്യം തീരുമാനിക്കണം, നമ്മൾ ഏത് കോഴ്സാണോ പഠിക്കാനായിട്ട് പോണത്, നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഏത് കോളേജിലാണുള്ളത് അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണുള്ളത് നമ്മൾ അന്വേഷിക്കണം അല്ലെ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുമോ എന്നുള്ളത് നോക്കണം അല്ലെ. ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സാലറി ലെവൽസ് ഒക്കെ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡിസിഷൻ എടുക്കുന്നത്. അങ്ങനെ നമുക്ക് ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമുക്ക് ഇൻഫർമേഷൻ വേണം അല്ലെ. ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള അറിവ് നമുക്ക് ആവശ്യമാണ്. ഓക്കെ, അപ്പോ ഇൻഫർമേഷനും എന്താണ് നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷന്റെ ഒരു ഇമ്പോർട്ടന്റ് സോഴ്സ് ആണ്. മക്കളെ, നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷന്റെ എത്ര സോഴ്സസ് പഠിച്ചു? ഒന്നാമത്തെയാണ് എഡ്യൂക്കേഷൻ, രണ്ടാമത്തത് ഹെൽത്ത്, മൂന്നാമത്തത് മൈഗ്രേഷൻ ആൻഡ് ഇൻഫർമേഷൻ ട്രെയിനിങ്. ഈ 5 കാര്യങ്ങളാണ് നമ്മുടെ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന് ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ ആയിട്ട് മാറ്റാനായിട്ടുള്ള സോഴ്സസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. എപ്പോഴും 4 മാർക്കിന്റെ ഒക്കെ സെക്ഷനിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ളത്. അതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫിസിക്കൽ ക്യാപിറ്റലും ഹ്യൂമൻ ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, എന്താണ് ഫിസിക്കൽ ക്യാപിറ്റലും ഹ്യൂമൻ ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് ഇനി അടുത്തതായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യം നോക്കുക, ഫിസിക്കൽ ക്യാപിറ്റൽ ഈസ് ടാഞ്ചിബിൾ. ഫിസിക്കൽ ക്യാപിറ്റൽ എന്താണ്, ടാഞ്ചിബിൾ ആണ് അല്ലെ, നമുക്ക് എന്താണ് തൊട്ട് നോക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻടാഞ്ചിബിൾ ആണ് അല്ലെ. ഒരാൾക്ക് കിട്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അയാൾ നല്ല ഹെൽത്തി പേഴ്സൺ ആണ്, അതൊക്കെ നമുക്ക് എങ്ങനെ ആ ഒരു തൊട്ട് നോക്കി മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റില്ല. സോ അതെന്താണ്, ഇൻടാഞ്ചിബിൾ ആണ്. ഓക്കെ, ഫിസിക്കൽ ക്യാപിറ്റൽ എന്താണ്, ടാഞ്ചിബിൾ ആണ്. നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ എന്താണ്, ഇൻടാഞ്ചിബിൾ ആണ്. അതുപോലെ തന്നെ ഫിസിക്കൽ ക്യാപിറ്റൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസിലി സോൾഡ് ഇൻ ദ മാർക്കറ്റ് അല്ലെ. ഫിസിക്കൽ ക്യാപിറ്റലിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാം അല്ലെ. ഈസിലി സോൾഡ് ഇൻ ദ മാർക്കറ്റ് ആണ്, സിമ്പിൾ ആയിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാം അല്ലെ. മാർക്കറ്റിൽ നിന്ന് നമുക്ക് വാങ്ങാനും പറ്റും. നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ നമുക്ക് അങ്ങനെ മാർക്കറ്റിൽ പോയി വാങ്ങാൻ പറ്റുമോ? എഡ്യൂക്കേഷനും ഹെൽത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിൽ പോയി വാങ്ങാൻ കിട്ടുന്ന സാധനമാണോ? അല്ല. അപ്പോ അത് തമ്മിലുള്ള വേറൊരു വ്യത്യാസമാണ് എന്ത്, ഫിസിക്കൽ ക്യാപിറ്റൽ സോൾഡ് ഇൻ ദ മാർക്കറ്റ് അല്ലെ. ഫിസിക്കൽ ക്യാപിറ്റൽ ക്യാൻ ബി
ഈസിലി സോൾഡ് ഇൻ ദ മാർക്കറ്റ്. ഈസിലി എന്ത് ചെയ്യാൻ പറ്റും? മാർക്കറ്റിൽ വിൽക്കാനായിട്ട് പറ്റും, വാങ്ങാനായിട്ടും പറ്റും. പക്ഷെ ഹ്യൂമൻ ക്യാപിറ്റൽ അത് പോസിബിൾ അല്ല. ഓക്കെ, പിന്നെ പറയുന്നതാണ് ഫിസിക്കൽ ക്യാപിറ്റൽ ഇറ്റ് ഡിപ്രീസിയേറ്റ്സ് വിത്ത് ദ പാസേജ് ഓഫ് ടൈം. അതായത് ഇപ്പൊ നമ്മൾ ഒരു വണ്ടി വാങ്ങി, ബൈക്ക് വാങ്ങി എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ഫിസിക്കൽ ക്യാപിറ്റൽ ആണ്. നമ്മളത് വാങ്ങി എന്ന് വിചാരിക്കുക. കുറെ നാളുകൾ കഴിയുമ്പോൾ അതിന് എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? ഡിപ്രീസിയേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റലിന്, അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള എഡ്യൂക്കേഷന്, നമ്മൾ കിട്ടിയിട്ടുള്ള പ്രോപ്പർ ഹെൽത്ത് കെയറിന്, അതിനൊന്നും ഒരിക്കലും എന്ത് സംഭവിക്കില്ല? ഡിപ്രീസിയേഷൻ സംഭവിക്കില്ല. അഥവാ സംഭവിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ കണ്ടിന്യൂസ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ട് നമുക്ക് ആ ഡിപ്രീസിയേഷൻ ഇല്ലാതാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? ഡിപ്രീസിയേഷൻ ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ മേക്കിംഗ് കണ്ടിന്യൂസ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഹ്യൂമൻ ക്യാപിറ്റലിന്റെ ഡിപ്രീസിയേഷൻ ഒഴിവാക്കാനായിട്ട് പറ്റും. പക്ഷെ ഫിസിക്കൽ ക്യാപിറ്റൽ എന്താ പറ്റുക? പാസേജ് ഓഫ് ടൈമിനനുസരിച്ച് ഡിപ്രീസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, തേയ്മാനം സംഭവിക്കുന്നു. ഓക്കെ, അടുത്താണ് ഇറ്റ് ഈസ് മോർ മൊബൈൽ ബിറ്റ്വീൻ കൺട്രീസ്. ഏത്? ഫിസിക്കൽ ക്യാപിറ്റൽ കുറച്ചുകൂടി എന്താണ്? മൊബൈൽ ആണ്, മൊബൈലിറ്റി ഉണ്ട്. അതായത് എന്താണ്? നമുക്ക് കൺട്രീസ് തമ്മിൽ നമുക്ക് എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ് അല്ലെ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയെടുക്കുക അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിസിക്കൽ ക്യാപിറ്റലിൽ പോസിബിൾ ആണ്. ഹ്യൂമൻ ക്യാപിറ്റൽ അത് എന്താണ്? പോസിബിൾ അല്ല. ലെസ് മൊബൈൽ ബിറ്റ്വീൻ കൺട്രീസ് ആണ്. നമ്മളെ ഒരു ഇൻഡിവിജ്വൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് എന്ത്? നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫിസിക്കൽ ക്യാപിറ്റൽ ക്യാൻ ബി സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് ഓണർ അല്ലെ. ഫിസിക്കൽ ക്യാപിറ്റൽ എന്താണ്? അതിന്റെ ഓണേഴ്സിൽ നിന്ന് സെപ്പറേറ്റ് ആണ്. ഇപ്പൊ ഞാൻ നേരത്തെ ബൈക്കിന്റെ കാര്യം പറഞ്ഞു അല്ലെ, ബൈക്കും നമ്മൾ എന്താണ്? ഒരു സെപ്പറേറ്റ് ആളുകളാണ് അല്ലെ, സെപ്പറേറ്റ് ആയിട്ടുള്ള എന്താണ്? രണ്ട് ഒബ്ജക്റ്റീവ്സ് ആണ്, ഒബ്ജക്റ്റുകളാണ്. ഓക്കെ, അപ്പോ ഫിസിക്കൽ ക്യാപിറ്റൽ ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം ഇറ്റ്സ് ഓണർ. ഈ ഫിസിക്കൽ ക്യാപിറ്റൽ എന്താണ്? അതിന്റെ ഓണറിൽ നിന്നും സെപ്പറേറ്റഡ് ആണ്, വേറിട്ട് നിൽക്കുന്നുണ്ട്. ഹ്യൂമൻ ക്യാപിറ്റൽ എന്താണ്? ഓണറിൽ നിന്ന് വേറിട്ട് നിൽക്കോ? ഇല്ല. നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മാത്രമാണ്, വേറൊരാളുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അയാളുടെ മാത്രമാണ്. ഓക്കെ, അപ്പോ അതെന്താണ്? അത് സെപ്പറേറ്റ് അല്ല, ഒരിക്കലും അതിന്റെ ഓണേഴ്സിൽ നിന്ന് സെപ്പറേറ്റഡ് അല്ല. പിന്നെ പറയുന്നതാണ് ഫിസിക്കൽ ക്യാപിറ്റൽ ഈസ് ദ ഔട്ട്കം ഓഫ് കോൺഷ്യസ് ഡിസിഷൻ ഓഫ് ദ ഓണർ. ഓക്കെ, നമ്മുടെ ഓണറിന്റെ എന്താണ്? ഡിസിഷൻസ് ബേസ് ചെയ്തിട്ടുള്ളതാണ് ഫിസിക്കൽ ക്യാപിറ്റൽ. നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമേഷൻ ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഈസ് എ പാർട്ട്ലി സോഷ്യൽ പ്രോസസ് ആൻഡ് പാർട്ട്ലി കോൺഷ്യസ് ഡിസിഷൻ. അതായത് നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടാനും ഹെൽത്ത് കിട്ടാന്നുള്ളത് കുറച്ചൊക്കെ ഒരു സോഷ്യൽ പ്രോസസ് ആണ്, നമ്മുടെ സമൂഹത്തിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഫിസിക്കൽ ക്യാപിറ്റൽ എന്താണ്? ഒരു കോൺഷ്യസ് ഡിസിഷൻ, ഓണറിന്റെ അല്ലെ, ഓണറിന്റെ ഒരു കോൺഷ്യസ് ഡിസിഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ലാസ്റ്റ് പോയിന്റ് നോക്കുക, ഫിസിക്കൽ ക്യാപിറ്റൽ എന്താണ്? നമുക്ക് എന്താണ്? ഇമ്പോർട്ട് ഇറക്കുമതി ചെയ്യാനും കയറ്റുമതി ചെയ്യാനൊക്കെ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ പറയുന്നത് എന്താണ്? ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഈസ് ടു ബി ഡൺ ത്രൂ കോൺഷ്യസ് പോളിസി ഫോർമുലേഷൻസ്. അതായത് കുറെ പോളിസി ഫോർമേഷൻസിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹ്യൂമൻ ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതിപ്പോ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഫിസിക്കൽ ക്യാപിറ്റൽ എന്താന്ന് പഠിച്ചു, ഹ്യൂമൻ ക്യാപിറ്റൽ എന്താന്ന് പഠിച്ചു അല്ലെ. അതിന്റെ ഡിഫറൻസും നമ്മൾ പഠിച്ചു. ഫിസിക്കൽ ക്യാപിറ്റൽ ടാഞ്ചിബിൾ ആണ്, ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻടാഞ്ചിബിൾ ആണ്. ഫിസിക്കൽ ക്യാപിറ്റൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്കറ്റിൽ വിൽക്കാനായിട്ട് പറ്റും. ഹ്യൂമൻ ക്യാപിറ്റൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മാർക്കറ്റിൽ വിൽക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ഫിസിക്കൽ ക്യാപിറ്റലിന് പാസേജ് ഓഫ് ടൈമിനനുസരിച്ച് ഡിപ്രീസിയേഷൻ ഉണ്ട്. ഹ്യൂമൻ ക്യാപിറ്റൽ എന്താണ്? ഡിപ്രീസിയേഷൻ സംഭവിച്ചാലും കണ്ടിന്യൂസ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ട് നമുക്ക് ആ ഡിപ്രീസിയേഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്? നമ്മുടെ ഫിസിക്കൽ ക്യാപിറ്റലും ഹ്യൂമൻ ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസിൽ പഠിക്കാനുള്ളത്. അപ്പോ മക്കൾ ശ്രദ്ധിക്കുക, എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, ഒരു ചെറിയ ചാപ്റ്റർ ആണ്. ഓക്കെ, കുറച്ച് സമയം മാത്രം മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം, അതായത് ഈ രണ്ട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് ചോദിക്കാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ്? സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റലും അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഫിസിക്കൽ ക്യാപിറ്റൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.